ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ചോക്ലേറ്റ് പ്ലസ് വാനില കോമ്പോയിൽ വരുന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ടൊരു റെസിപ്പി ആയിരുന്നു ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മൈദ മിക്സ് ചെയ്ത വരി ശരിയായിരുന്നു, പിന്നെ ഫുള്ള് പാളലായിരുന്നു. കാരണം ആ മൈദ മിക്സ് ചെയ്ത് തന്നപ്പോൾ ഒരു മാവ് കണക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അപ്പോൾ ഇട്ട് പോവാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വീണ്ടും ടെസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അതിനുശേഷം ആ ഒരു സംഭവത്തിലോട്ട് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും വാനില എസൻസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി പുഡിങ്ങായിരുന്നു എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നത്. എല്ലാം മിക്സിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ചൂടോടുക്കനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയ ശേഷം നേരെ ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. സോ അതിനായിട്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് പിന്നെ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ പുഡിങ് നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. വേണം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ കുറച്ചും കൂടി ആ ചോക്ലേറ്റ് കുറച്ചും കൂടി തണുത്തോട്ട് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയുള്ള നല്ല അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്.